ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾ ചിമ്മിണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിത്തിയിൽ ഹാങ് ചെയ്യുന്ന ചിമ്മിണി, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു വാൾ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് മിനിമം ഇതുപോലത്തെ കർവ് ടൈപ്പ് ആയിട്ടുള്ള ചിമ്മിണിയോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ചിമ്മിണി ഏതായാലും ഭിത്തിയിൽ വെക്കുന്ന ചിമ്മിണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് 65 സെൻറ്റിമീറ്റർ, അതായത് ഗ്രാനൈറ്റ് ടോപ്പിൽ നിന്ന് 65 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ ബോട്ടം ഹൈറ്റ് വരുന്നത്. ആ ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേളിലേക്ക് ഈ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ഒരു ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ ലെവലിൽ ഇതിൻ്റെ ഒരു 6 ഇഞ്ച് പൈപ്പ് വെളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ വീടുകളിൽ ചെയ്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീടുകളിലും ഒരു 2.10 ഹൈറ്റിലൊക്കെ ആയിരിക്കും ചിമ്മിണിയുടെ ഹോൾ അടിക്കേണ്ടത്. 2.10 ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ലിൻഡിലായിരിക്കും. അപ്പോൾ ആ ലിൻഡിൽ ബീമിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ ഹോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചിമ്മിണി വേണേലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്കവിടെ ചിമ്മിണി ആ കറക്റ്റ് ഹൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ടൈല് വാൾ ചിമ്മിണി ഒട്ടിക്കും ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ടൈല് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും മേളിലേക്ക് ഫുള്ളായിട്ട് കയറ്റി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈയോ അല്ലെങ്കിൽ ചിമ്മിണിയുടെ ഭാഗത്ത് ഇലക്ട്രിക്കൽ സപ്ലൈ ഒന്നും തന്നെ പാടില്ല. ഇതിന്റെ വലതുവശത്ത്, ഈ ചിമ്മിണിയുടെ വലതുവശത്തോ അല്ലെങ്കിൽ തൊട്ട് മേളിൽ 2.10 ഹൈറ്റിന്റെ മേളിലോ ഇലക്ട്രിക്കൽ പോയിന്റ് വന്നാൽ മാത്രം മതി. നമുക്ക് കൂടുതലായിട്ട് ഈ ഭാഗത്തേക്ക് വന്നാലും നമുക്ക് ചിമ്മിണി ഹോൾ അടിക്കാനും പിന്നെ അതുപോലെ തന്നെ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. നോർമൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ചിമ്മിണിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 55 to 60 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഹോൾ ചെയ്യുമ്പോഴത്തേക്കും ചില മേളിലൊരു സ്ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ലാബൊക്കെ കട്ട് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴും ഒരു 2.10 ഹോൾ അടിച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് അനുയോജ്യം, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നമ്മളുടെ ഏത് വാൾ മൗണ്ടഡ് ചിമ്മിണി ആണെങ്കിലും ആ ചിമ്മിണികൾക്കെല്ലാം തന്നെ ഒരു ഫിൽട്ടർ ഉണ്ടാവും, ചിലതിന് ഫിൽട്ടർലെസ് ആയിരിക്കും. അപ്പൊ നമ്മളത് പലപ്പോഴും ഈ ഫിൽട്ടർ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരുതപ്പെട്ട ആൾക്കാർക്കൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സാധാരണ വരുന്ന എല്ലാ ചിമ്മിണികളിലും തന്നെ ബാഫിൽ ഫിൽട്ടർ ആയിരിക്കും വരിക. ബാഫിൽ ഫിൽട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് സാധാരണ പാത്രം കഴുകുന്നത് പോലെ തന്നെ നന്നായിട്ട് സിങ്കിനകത്ത് കൊണ്ടിട്ട് നല്ല സാധാരണ നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക. പിന്നെ അതുകൂടാതെ സൺഫ്ലവർ ഓയിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് കുക്കിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൺസ് എ വീക്കെങ്കിൽ ഈ ഫിൽട്ടർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുകൂടാതെ നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഫിൽട്ടർലെസ് ആയിട്ടുള്ള ചിമ്മിണികൾ വരുന്നുണ്ട്. ഫിൽട്ടർലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ ബാഫിൽ ഫിൽറ്ററിനകത്ത് വരുന്നില്ല. ബാഫിൽ ഫിൽറ്റർ വരാതെ അതിന് പകരം നമുക്ക് വരുന്നത് മെഷ് ഫിൽറ്ററാണ്. മെഷ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലുള്ള ഒരു ഡിസൈനിലായിരിക്കും വരിക. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, ഇതിനകത്ത് ഒരു നെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ചിമ്മിണിയുടെ കാലത്ത് നിന്ന് വലിക്കുന്ന എയർ ഫുള്ള് കംപ്ലീറ്റ് നേരെ വെളിയിലേക്ക് ഡയറക്റ്റ് ഓയിലും പുകയെല്ലാം ഡയറക്റ്റ് പുറത്തേക്കായിരിക്കും പോവുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്ലീനിങ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിൽട്ടർലെസ് ചിമ്മിണികൾക്കും അതുപോലെ തന്നെ എല്ലാ ചിമ്മിണികൾക്കും ഓട്ടോ ക്ലീൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഓട്ടോ ക്ലീൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഓട്ടോ ക്ലീൻ, ഇതിനകത്തുള്ള കോയിൽ ചൂടായിട്ട് ഇതിൻ്റെ ഫാനുമേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം നേരെ ഡയറക്റ്റായിട്ട് ഉരുകി ഈ ഒരു കളക്ടറിൽ വന്നിരിക്കും. അതാണ് ഓട്ടോ ക്ലീൻ ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്